കൃത്യം പറഞ്ഞാൽ 2 ദിവസം മുമ്പ്, അതായത് ഈ മാസം 23-ാം തീയതി പാലക്കാട് വോട്ടെണ്ണലിന് ശേഷം ഞങ്ങൾ ഈ വാർത്ത, അതായത് ന്യൂസ് ഇന്ത്യ മലയാളം മാത്രമാണ് സുരേന്ദ്രൻ രാജിവെക്കുന്നു എന്നൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഏതായാലും ആ വാർത്തയുടെ ലിങ്ക് കൂടി ഞങ്ങൾ ഈ വാർത്തയുടെ താഴെ പ്രേക്ഷകർക്കായി സമർപ്പിക്കുന്നു. ആ വാർത്ത ഇപ്പോൾ ശരിവെച്ചുകൊണ്ട് ആണ് ദില്ലിയിൽ നിന്നും വാർത്തകൾ വരുന്നത്. സുരേന്ദ്രൻ രാജ്യസന്നദ്ധത കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്ര നേതൃത്വം പക്ഷേ രാജിവെക്കേണ്ടതില്ല എന്ന ഒരു നിർദ്ദേശമാണ് മുൻപോട്ട് വെച്ചത്. നിലവിൽ ശോഭാ സുരേന്ദ്രൻ അടക്കം 18 കൗൺസിലർമാരാണ് പാലക്കാട്ടെ തോൽവിയുടെ പ്രധാന കാരണമെന്ന് സുരേന്ദ്രൻ പേരെടുത്ത് തന്നെ, അതായത് ഈ കൗൺസിലർമാരുടെ അടക്കം പേരെടുത്തും ഈ കൗൺസിലർമാരുടെ ബൂത്തുകളിലെ വോട്ട് കുറവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുമാണ് കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചിരിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ തന്നെ ഒരു സമിതി ഈ പാലക്കാട്ടെ തോൽവി പരിശോധിക്കും എന്ന ഒരു ഉറപ്പും കെ സുരേന്ദ്രന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ 2 ദിവസമായി തന്നെ അഭ്യൂഹങ്ങളായിരുന്നു. പക്ഷേ ഈ വാർത്ത ഞങ്ങൾ 23-ാം തീയതി തന്നെ ബ്രേക്ക് ചെയ്തിരുന്നൊരു വാർത്തയാണ്, സുരേന്ദ്രൻ രാജി വെക്കുന്നു എന്നുള്ളൊരു വാർത്ത. ഇപ്പോൾ ഏതാണ്ട് സ്ഥിരീകരണം എത്തിയിരിക്കുന്നു. കേന്ദ്ര നേതൃത്വം അത് അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, കേന്ദ്രം അത് സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഇന്നിപ്പോൾ അതേ തരത്തിൽ തന്നെയാണ് വാർത്തകൾ മുൻപോട്ട് പോകുന്നതും. കേരളത്തിൽ BJPക്കുള്ളിൽ നടക്കുന്ന വിഭാഗീയതയിൽ കേന്ദ്രം കടുത്ത അതൃപ്തി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ സംഘടനാ തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ അധ്യക്ഷൻ സ്വാഭാവികമായി വരേണ്ടതാണ്. അതിനിടയിൽ ഒരു രാജി കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നൊരു നിഗമനത്തിലാണ് കേന്ദ്രം. ആ ഒരു ചുരുങ്ങിയ സമയം, പ്രത്യേകിച്ച് ഒരു ജനുവരിയോട് കൂടി ഇല്ലെങ്കിൽ ജനുവരി അവസാനത്തോടു കൂടിയൊക്കെ പുതിയ അധ്യക്ഷൻ വരുന്നൊരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിനിടയ്ക്ക് ഒരു രാജി കൊണ്ട് കുറേ വിവാദങ്ങൾ ഉണ്ടാക്കാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനോടൊപ്പം തന്നെ സുരേന്ദ്രന് ഈ രാജിയിലൂടെ തൻ്റെ ആ ഒരു നഷ്ടപ്പെട്ട ഇമേജ് വീണ്ടെടുക്കാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന് എതിരെ വാളോകുന്നവരെ തടഞ്ഞു നിർത്താനും ഈ രാജ്യസന്നദ്ധത കൊണ്ട് കഴിയും എന്ന് കരുതുന്നു. ഏതായാലും വലിയ ഒരു വാർത്ത തന്നെ എന്ന് പറയേണ്ടി വരും. ഏതായാലും 23-ാം തീയതി ഞങ്ങൾ നൽകിയ വാർത്തയുടെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.